നാമത്തിൽ ഒരുമിച്ച് വിവരണമായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുനാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മള് ദൈവത്തിൽ കൂടി വരുന്ന ഓരോ സമയങ്ങളും തുടക്കം തൊട്ട് ഒടുക്കം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയും നമ്മളെ തന്റെ വചനത്താൽ ഉറപ്പിക്കുകയും പ്രാർത്ഥിപ്പാൻ നമ്മളെ ബലപ്പെടുത്തുകയും ദൈവം ധ്യാനിപ്പാൻ നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ആ വലിയ സ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു കൂട്ടമായിട്ടാണ് ഈ ദേശം നമ്മൾ നിലകൊള്ളുന്നത്. ദൈവമായ ഇടപെടൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ, അത് ആഴമായി എല്ലാ കൂട്ടായ്മയിലും എല്ലാ 2-3 പരീക്ഷണത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവിടെ നടുവിലൂടെ നരിച്ചത് കർത്താവ് നമ്മുടെ എല്ലാ കൂട്ടായ്മകളിലും അപ്രകാരം നമ്മളോട് ഇടപെടുകയും നമ്മൾ തുടക്കം തൊട്ട് നമ്മളെ തങ്ങളിലേക്ക് അടുപ്പിച്ച് ശ്രദ്ധയെ ആകർഷിപ്പിച്ച് തന്റെ വചനത്താൽ നമ്മളെ പൂർണ്ണമായി നമ്മളെ തങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന തന്റെ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവത്തിൽ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് പലയിടത്തും നമ്മൾ ബലഹീനരായി പോകുന്ന പല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെയും അത്ഭുതങ്ങളെയും മറന്നു പോകത്തക്ക രീതിയിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മളെ കൊണ്ട് നിർത്താൻ സാധ്യതകളുണ്ട്. തുടക്കത്തിൽ ഓർമ്മിച്ചോളാൻ വിവിധ പരീക്ഷകളിലൂടെ, വിവിധ പരിശോധനയിലൂടെ നമ്മളെ കടത്തിവിടും. അവിടെയെല്ലാം നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ, ദൈവിച്ച ഉപകാരങ്ങളെ ഓർക്കുവാൻ ദൈവം കൃപ ചെയ്ത് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെ ദിവസമെല്ലാം പെട്ടെന്ന് എന്റെ ഹൃദയത്തോട് ഇടപെട്ട് എന്റെ ഹൃദയത്തിലെ ആ നിലവുകളെ അറിഞ്ഞ് കർത്താവ് ഇടപെട്ടൊരു ഭാഗം എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നു. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്പേഴ്സിലാണ്, സംഖ്യാപുസ്തകത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ മോശ ദൈവത്തിന്റെ ആലോചന പ്രകാരം ജനത്തെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രമുഖന്മാരെ തെരഞ്ഞെടുത്ത് ആ ദേശം ഉറ്റുനോക്കാനായിട്ട് അവരെ വിടുന്ന സമയത്ത് അവിടെ തിരികെ വരുമ്പോഴുള്ള അവരുടെ മനോവസ്ഥ വളരെയധികം നമ്മൾ ദൈവനെ കേട്ടിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. എങ്കിലും എന്റെ ഹൃദയത്തിൽ ഒത്തിരി ആശ്വാസവും ബലവും, ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുകയല്ലായിരുന്നു, എന്നാൽ പ്രാർത്ഥിച്ച് കിടക്കാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് രാത്രിയിൽ വളരെ ലേറ്റായി പ്രാർത്ഥിച്ച് കിടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിൽ കർത്താവ് എന്നോട് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടെന്നെ ഉറപ്പിച്ചു. അപ്പൊ എനിക്ക് അത് ഭയങ്കരമായിട്ടൊരു ബലമായി തീർന്നു. നമുക്കറിയാവുന്ന വേദഭാഗം നമുക്കറിയാം. അതല്ല, ഞാൻ ഫിലിപ്പിലെ ലേഖനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം ഒന്ന് നമ്മുടെ ഒരു കർത്താവിൽ നമുക്ക് നുറയ്ക്കുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. നമ്പേഴ്സ്, ബുക്ക് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായം. അതിന്റെ 13-ാം അധ്യായത്തിലാണ് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കുന്നതിന് ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാം പ്രമുഖന്മാരെ ആയിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെ ഇസ്രായേൽ മക്കൾ തലവന്മാരായിരുന്നു. പ്രമുഖന്മാരായ ഗോത്ര തലവന്മാരായതിനെ തന്നെയാണ് അയച്ച. ആ കൂട്ടത്തിൽ ആരുണ്ട്? യോശുവയും കാലേബും ഉണ്ട്. കാലേബ് യഹൂദ ഗോത്രവും യോശുവ എഫ്രീം ഗോത്രത്തിനുള്ള ഗോത്രങ്ങളെ തിരിച്ചപ്പം യോസഫിന്റെ തന്നെ ഗോത്രങ്ങളെ മക്കളുടെ പേരിലാണ് പിന്നെ 2 ഗോത്രം അറിയപ്പെട്ടത്, എഫ്രീമും മനശ്ശയും. അപ്പൊ എഫ്രീം ഗോത്രത്തിൽ നിന്നുള്ള ആളാണ് യോശുവ. യോശുവയെ മോശയാണ് യോശുവ എന്ന് വിളിക്കുന്നത്. അപ്പം യഹൂദ ഗോത്രത്തിലാണ് കാലേബ്. ഈ 2 പേരുകൾ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ 12 പ്രഭുക്കന്മാരിൽ വിട്ടതിൽ ആരുടെയും ഒക്കെ പേര് പറയാമെന്ന് ചോദിച്ചാൽ ബാക്കി 10 പേരുടെ പേര് നമ്മൾ ആരും പറയത്തില്ല, ഞാനും പറയത്തില്ല, എനിക്കും അറിയില്ല. പക്ഷെ 2 പേരുടെ പേര് നമുക്കറിയാം. ആ 2 പേര് ആരാന്ന് ചോദിച്ചാൽ അവർ വീരന്മാരോ ശൂരന്മാരോ, അവർ യുദ്ധത്തിൽ സമർത്ഥരായോണ്ടല്ല അവരുടെ പേര് നമ്മൾ ഓർക്കണം. പിന്നെയോ ദൈവത്തിൽ വിശ്വസിപ്പാൻ യാഥാർത്ഥ്യങ്ങളിൽ അവർക്ക് കഴിഞ്ഞത് കൊണ്ട് അവരുടെ പേർ മായ്ച്ചു കളയാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ഈ ഇൻട്രൊഡക്ഷനായി ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീരശൂര പരാക്രമങ്ങളോ നമ്മുടെ കൈവേലിയോ നമ്മുടെ മിടുക്കോ സാമർത്ഥ്യവും അല്ല ദൈവസഭയിലും ദൈവമക്കളുടെ ഇടയിലും നമ്മളെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ നമ്മളെ പ്രചോദനമാക്കി സ്വാധീന ശക്തിയാക്കി മാറ്റുന്നത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ജഡത്തിലുള്ള ആശ്രയമല്ല. പിന്നെന്താ ചോദിച്ചാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ഒരെത്തും പിടിയില്ല എങ്കിലും ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിപ്പാൻ മതിയായവനാണ് എന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് വിരുദ്ധമായി നാവ് ചലിപ്പിക്കാതെ ദൈവത്തിന് മഹത്വമായി നാവ് ചലിപ്പിക്കുന്നവരെ അവരുടെ പേര് മായ്ച്ചു കളയാൻ ആർക്കും കഴിയത്തില്ല. കാലഘട്ടം അവരെ മറന്നുപോകത്തില്ല. അത് അവരുടെ സമൂഹത്തിന്, തലമുറയ്ക്ക് അവരെന്നും ഒരു മാതൃകയായിരിക്കും. അത് ഒരിക്കലും കാലേബ് യോശുവ പേരെടുത്തോണ്ടല്ലോ
അവരുടെ ഗോത്രത്തിന്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചെങ്കിൽ അവരുടെ ഗോത്രം പോലും അറിയില്ല, അല്ലെ? കലേബ് യഹൂദ ഗോത്രത്തിലായതുകൊണ്ടല്ല കലേബിന്റെ പേര് ഓർമ്മിക്കപ്പെട്ടത്. എഫ്രീം ഗോത്രത്തിലായതുകൊണ്ടല്ല. ഇപ്പൊ ഞാനത് പറയുമ്പോഴായിരിക്കും ഒരു പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുന്ന പോലും. കാലേബ് യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള ആളാണ്, യോശുവ എഫ്രീം ഗോത്രത്തിൽ നിന്നുള്ള ആളാണെന്ന്. ആ ഗോത്രം പോലും അല്ല അവരുടെ പേർ വലുതാക്കിയത്. പിന്നെയോ സർവശക്തനായ ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ആ ആ മിസ്രയീമിൽ അവർക്ക് അയച്ച വിടുതലുകളും അവരുടെ യാത്രയിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും, ദൈവം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂറും അവരെ നടത്തുന്നതും അവർക്ക് ആവശ്യമായത് അന്നു കൊടുക്കുന്നതും, ആ ദൈവിക പരിപാലനത്തെയും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളെ മറന്നുകൊണ്ട് ഒരു പ്രതികൂലത്തെ വിലയിരുത്താൻ അവർ തയ്യാറല്ലായിരുന്നു. രാത്രി വിളിച്ചു പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാത്രം നമ്മളായിരുന്നാ മതി. അവ എങ്ങനെ നടക്കുമെന്ന് നമുക്കറിയില്ല, അതെങ്ങനെ സാധിക്കുമെന്ന് അറിയില്ല, എങ്ങനെ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുമെന്ന് അറിയില്ല. നമ്മൾക്ക് വളരെ ഭീതി തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒറ്റ കാര്യം ഓർത്തണം, വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, ഹൃദയം ആകുലപ്പെടുന്നതിന് മുമ്പ്, ജീവിതത്തിൽ അത് ദൈവഹിതമല്ലാത്തൊരു റിപ്പോർട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഓർത്തുകൊള്ളുക, ദൈവം കഴിഞ്ഞ നാളിൽ എങ്ങനെയാണ് നമ്മളെ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും പെരുവെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത്, നാശകരമായ കുടിയിലും കുഴലിച്ചേറ്റിലും വലിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയിട്ട്, അതേ നമ്മളോട് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നടത്തിയിട്ട്, കഴിഞ്ഞ നാളിലെ ഓരോ ആവശ്യങ്ങളും അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ട്, നമ്മുടെ മുമ്പിലുള്ള അസാധ്യങ്ങളെ സാധ്യമാക്കിയിട്ട്, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ലെന്ന് മാറി മാറി നമ്മളോട് പറഞ്ഞിട്ട്, ആ നാൾ തോറും ആവശ്യമായ തന്നെ നടത്തിയിട്ട് നാം ദൈവത്തിന് വിരുദ്ധമായ റിപ്പോർട്ട് കൊടുക്കുവാൻ മനുഷ്യരോടോ ആരോടും നമ്മൾ അങ്ങനെ ഒരു ശബ്ദം ഉച്ചരിപ്പാൻ ഇടയാകാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. കാലേബ് യോശുവ പ്രസിദ്ധരായത് അവര് സമൂഹത്തിൽ, സഭയിൽ ഇന്ന് തലമുറ എത്ര കഴിഞ്ഞു, ആണ്ടുകൾ എത്ര കഴിഞ്ഞു, വർഷങ്ങൾ എത്ര കഴിഞ്ഞു, നമ്മൾ കണ്ടിട്ടില്ലാത്ത അതേ എഫ്രീം ഗോത്രത്തിലെ യഹൂദ ഗോത്രത്തിലെ രണ്ട് പ്രഭുക്കന്മാരെ നമ്മൾ ഓർത്തിരിക്കാൻ കാര്യം അവരുടെ ഗോത്ര പശ്ചാത്തലമല്ല, അവരുടെ വാക് സാമർഥ്യമല്ല, അവരുടെ പ്രസംഗ പാഠവുമല്ല, അവർ പാട്ടുകാരായതുകൊണ്ടല്ല, അവർ യോദ്ധാക്കളായതുകൊണ്ടല്ല, പിന്നെയോ സർവ്വയുദ്ധം യഹോവയ്ക്കുള്ളതെന്നും ദൈവം നടത്താൻ ശക്തനെന്നും അവനിൽ തമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിനത് കഴിയുമെന്നും വിശ്വസിപ്പാനുള്ള ഒരു മനസ്സ്, ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് കാലേബിനെ കുറിച്ച് പറയട്ടെ, എന്റെ ദാസനായ കാലേബോ അവനൊരു പ്രത്യേക മനസ്സുണ്ട്, അവനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? പ്രതികൂലങ്ങളിൽ ദൈവത്തിനെതിരായ റിപ്പോർട്ട് കൊടുക്കാത്തവൻ, പ്രതികൂലങ്ങളിൽ അതെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാത്തവൻ, പ്രതികൂലങ്ങളിൽ ദൈവം മതിയാണെന്ന് വിശ്വസിക്കുന്നവൻ, നാൾതോറുമുള്ള പരിപാലനത്തെ മറക്കാത്തവൻ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വീര്യപ്രവൃത്തികളെ ഓർത്തെടുക്കുന്നതാണ് ആ പ്രത്യേക സ്വഭാവം. ഒരു പ്രത്യേക കഴിവുള്ളതുകൊണ്ടല്ല കാലേബ് ഓർക്കപ്പെടുന്നത്, ഒരു പ്രത്യേക സ്വഭാവമുള്ളതുകൊണ്ടാണ്. രാത്രി വിളിച്ചു പറയേണ്ട പ്രിയപ്പെട്ടവരെ, പലരും പ്രത്യേക കഴിവുകൊണ്ട് പ്രസിദ്ധരാകാൻ ശ്രമിക്കുമ്പോൾ ദൈവമക്കൾ പ്രത്യേക കഴിവുകൊണ്ടല്ല പ്രസിദ്ധരാകുന്നത്, അവരുടെ പ്രത്യേക സ്വഭാവം കൊണ്ടാണ്. എന്താ പ്രത്യേക സ്വഭാവം? അവർ യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തെ, ദൈവപ്രവൃത്തികളെ എങ്ങനെ കണ്ടു വിലയിരുത്തി തലമുറയ്ക്ക് എന്ത് സന്ദേശം കൊടുക്കുന്നു, സമകാലികർക്ക് എന്ത് സന്ദേശം കൊടുക്കുന്നു, അതാണ് നമ്മളെ ദൈവത്തിൽ വിലയേറിയവരാക്കുന്നത്. നമുക്ക് ഈ പശ്ചാത്തലം അറിയാം. ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ, തലവന്മാരെ തെരഞ്ഞെടുത്തു വിടുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇത് ഇവർ പോകുന്ന സ്ഥലം, ഇവർ ചെന്ന് കാണുന്ന സ്ഥലം, യാഥാർത്ഥ്യങ്ങൾ എല്ലാം നല്ല കാഴ്ചകളാണ്. കാഴ്ച മോശമായതുകൊണ്ടല്ല അവർ ദൈവത്തിനെതിരായ റിപ്പോർട്ട് കൊടുത്തേ, കാഴ്ച മോശമായതുകൊണ്ടല്ല. യഹോവയായ ദൈവം പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം. 14-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 13-ാം അധ്യായം അവർ പോയി ദേശം ഉറ്റുനോക്കി, അവിടുന്ന് തിരിച്ചു വരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു മാതളപ്പഴം, അത്തിപ്പഴം ഒക്കെ കൂടെ കൊണ്ടുവരുന്നു. അങ്ങനെ വന്ന് അവര് വീണ്ടും എവിടേക്ക് വരികയാണ്? 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ വിവരിക്കുകയാണ്. അവരോടും 26-ാം വാക്യം 13-26 അവർ യാത്ര ചെയ്തു. പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെ, അഹറോന്റെ, ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെ അടുക്കൽ വന്നു. ഈ 12 പേര് തിരിച്ചു വന്നു. അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. നല്ല വർത്തമാനം അവരറിയിച്ചേ. എന്താണ് അവരറിയിച്ച വർത്തമാനം? ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഈ 10 പേര് വിവരിച്ചു പറയുകയാണെ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പാലും തേനും ഒഴുകുമെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫലഭൂഷ്ടമായ, അതായത് ധാരാളമായി തേനുണ്ട്, ധാരാളമായ പാൽ കൊടുക്കുന്ന പശുക്കളുണ്ട്. ആ പശുക്കളുടെ അകിടിൽ നിന്ന് പാൽ ഒഴുകിച്ച അത്രമാത്രം
ലിറ്റർ കണക്കിന് വലിയ അതേ ക്വാണ്ടിറ്റിയില് ഒത്തിരി ധാരാളമായി പാൽ തരുന്ന പശുക്കൾ, വലിയ സമൃദ്ധമായ ദേശം, അതെ ഫലപുഷ്ടമായ ദേശം, ഫലങ്ങൾ വളരെ ഇന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാ. ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ദേശം അതാണ്. പ്രത്യേകമായ ഒരു എന്താ പറയണ്ടേ, എൻറിച്ച്ഡ് ആയ ഒരു ലാൻഡ് ആണ്. എന്നാൽ വെള്ളം അവർക്ക് കുറവാണെങ്കിലും ആ മണ്ണിൽ നിന്ന് ഏറ്റവും ഫലം പുറപ്പെടുന്ന, തേൻ പുറപ്പെടുന്ന, അപ്പൊ പാലും തേനും. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചു പാലും തേനും ഒരു ദേശം, ഞാൻ വിചാരിച്ചിങ്ങനെ പാലിന്റെ അരുവി കാണും, തേനിന്റെ അരുവി കാണും എന്നാണ് ഞാൻ ചെറുപ്പത്തിലല്ല ഒരു ചെറുപ്പത്തിൽ പിന്നെ ദൈവം ഒന്നും കേൾക്കത്തില്ലല്ലോ, അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും വിചാരിച്ചത് പാലും തേനിന്റെ അരുവികൾ ഉണ്ടെന്നാണ് വിചാരിച്ചത്. അരുവികൾ ഇങ്ങനെ ഒരു അരുവി കൂടെ പാൽ ഒഴുകുന്നു, വേറൊരു അരുവി കൂടെ തേൻ ഒഴുകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം വെച്ചാൽ, തേൻ സമൃദ്ധിയായിട്ടുണ്ട്. പാല് കൊടുക്കുന്ന പശുക്കൾ, അതായത് സാധാരണ പശുക്കളെക്കാളും സാധാരണമായിട്ടും അധികമായ, അതുപോലെ ഫലങ്ങളും. അത് രണ്ടറ്റത്തും ചുമന്ന് വരേണ്ട വന്നു. മാതളപ്പഴവും അത്തിപ്പഴവും ഒക്കെ അങ്ങനെ എല്ലാം എക്സ്ട്രാ ഓർഡിനറി ആയി. എല്ലാം മറ്റുള്ള ദേശങ്ങളിൽ ഉള്ളതിനേക്കാളും അധികമായി കനാൻ ദേശത്ത് വിളവ് അങ്ങനെയായിരുന്നു, തേൻ അങ്ങനായിരുന്നു, പാൽ അങ്ങനെയായിരുന്നു. ഒരു കണ്ടപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ പോയി കണ്ട ദേശം ഉണ്ടല്ലോ, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്തു പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലുപ്പവുമുള്ളവയാകുന്നു. അപ്പൊ എനിക്ക് ഇത് വായിച്ചപ്പോ ഞാൻ പുറകോട്ട് പോയി. ഇവർക്ക് അറിയില്ലേ, ഇവരെന്ത് കരുതിയാ? കാരണം കർത്താവ് ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം നൽകി തരും. അപ്പൊ ഇവരുടെ മനസ്സിൽ ചിന്തിച്ച് കാണും, അധികം ആൾക്കാർ അടക്കി വാഴാത്ത, വലിയ കെട്ടുറപ്പില്ലാത്ത, വലിയ സുരക്ഷിതത്വമില്ലാത്ത, ഞങ്ങൾക്ക് എളുപ്പം ചെന്ന് കൈവശമാക്കാൻ കഴിയുന്ന ദേശം. ഫ്രൂട്ട്ഫുൾ ആണ്, റിച്ച് ആണ്, ഒത്തിരി നല്ലതാണ്. പക്ഷെ ദേശത്തിന് അവകാശികളായി, കാവൽക്കാരായി കഴിവുള്ള വലിയ മല്ലന്മാരൊന്നും കാണത്തില്ല. നല്ല ദേശവും എന്നാൽ എളുപ്പം അവകാശമാക്കാൻ കഴിയുന്നവർ ഉറപ്പായിട്ടും വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇവരെ വിടുമ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. 13 ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 13:16 അവസാനമാണ്. എന്നാൽ മോശ നൂന്റെ മകനായ ഹോശയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. മോശയാണ് യോശുവ എന്ന് പേരിടുന്നത്. പത്രോസിനെ, ഷീമോനെ പത്രോസ് എന്ന് യേശു വിളിച്ച പോലെ ഹോശയ്യ എന്ന ആളെ യോശുവ എന്ന് ആര് പേരിട്ടു? മോശ പേരിട്ടു. അങ്ങനെ എന്നിട്ട് 17, 18, 19 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മോശ കനാൻ ദേശം ഒറ്റ നോക്കാൻ അവരെ അയച്ച അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി എന്തൊക്കെ നോക്കണം എന്നറിയാവോ? ദേശം ഏതുവിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ. എന്ന് വെച്ചാൽ പാളയം അടിക്കുന്നതുകൊണ്ട്, കോട്ടയാൽ ചുറ്റപ്പെട്ടതുണ്ട്. പട്ടണങ്ങൾക്ക് വ്യത്യസ്തമായ മതിലുകളാണുള്ളത്. ഇനി അടുത്തത് പറയുകയാണ്, അത് നോക്കണം. എന്നിട്ട് ദേശം നല്ലതോ ആകാത്തോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിയും. എന്നിട്ട് ഫലവും കൊണ്ട് ഒരു സാമ്പിളായിട്ട് അവിടുത്തെ ഫ്രൂട്ട്സ് കൂടെ കൊണ്ടുവന്നു. ഇവരോട് പറഞ്ഞേ ഇല്ല, ആ ദേശം ദൈവം നിങ്ങൾക്ക് തരുമോ ഇല്ലയോ എന്ന് അറിയാനല്ല അവരെ വിട്ടത്. ദൈവം നമ്മളെ ദൈവഹിതപ്രകാരം വഴി നടത്തുമ്പോ ഓർത്തോണം, ദൈവത്തിന്റെ പൂർണ്ണ അധികാരത്തിൽ, പരമാധികാരത്തിൽ നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മൾ ദൈവിക കാര്യങ്ങൾ ഇടപെടണ്ട. ദൈവം നടത്തിയ വഴികളെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടേ എന്തും നമ്മൾ കാണാവൂ, എന്തും നമ്മൾ കേൾക്കാവൂ. എവിടെ ഏതൊരു കാര്യങ്ങൾക്ക് നിയോഗം നമ്മളെ ഏൽപ്പിച്ചാലും പതിവ് പോലെ ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വ്യസന കാരണമായി ഉണ്ടാകാമെങ്കിലും നമ്മുടെ റിപ്പോർട്ട് അത് അന്തിമമാണ്. നമ്മൾ ഒരിക്കൽ കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് ദൈവത്തിന് ഉറച്ചിരിക്കണം. ദൈവത്തിന് പ്രസാദമല്ലാത്തത് ഞാൻ എന്റെ വായിൽ നിന്ന് പുറപ്പെടുക്കത്തില്ല. കാരണം എന്നറിയാവോ? ഞാൻ ഇന്ന് രാവിലെ മന്ന ഭക്ഷിച്ചതാ.
ഇന്ന് രാവിലെയും മുറ്റത്തിറങ്ങി മഞ്ഞിൽ പൊതിഞ്ഞ എവിടാണ് ഇതിന്റെ ഉറവയെന്നറിയാതെ ആരിത് കൊണ്ട് ഇട്ടെന്നറിയത്തില്ല. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, സർവശക്തനായ ദൈവമാണ് ഞങ്ങൾക്ക് രാവിലെ തോറും ആഹാരം തരുന്നത്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ കൂരിരുട്ടല്ലായിരുന്നു, കാരണം അവിടെ ദൈവം വെളിച്ചമായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കും വെയിൽ ഞങ്ങളെ നശിപ്പിച്ചില്ല. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദൈവം ഞങ്ങൾക്ക് മേഘസ്തംഭമായിരുന്നു. യോശുവയുടെ കാലേബിന്റെ ഹൃദയത്തിൽ പോയത് ദൈവത്തിന്റെ പരിപാലനത്തെ അവർ ഓർത്തുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ചിന്തയിലേക്കൊക്കെ ഈ ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ ആരംഭ സമയത്ത് ദൈവം നമ്മളോട് ഇടപെടുകയാണ്. വായിൽ വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ സംസാരിക്കരുത്. ഹൃദയങ്ങൾ വിങ്ങി നിറയാനുള്ള സാധ്യതയുണ്ട്, മനസ്സാകുലപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് നമുക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ പ്രത്യേക സ്വഭാവം നമുക്കുണ്ടെന്ന് ദൈവമാണ് അവകാശപ്പെടുന്നത്, നമ്മളല്ല. കാലേബല്ല പറഞ്ഞത് എനിക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടെന്ന്. കാലേബിനെ കുറിച്ച് ദൈവമാണ് പറഞ്ഞത്, എന്റെ ദാസനായ കാലേബോ അവനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം വായെടുത്ത് ഉച്ചരിക്കുന്നതിന് മുമ്പ് കഴിയത്തില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ ശരിയാ, കഴിയത്തില്ലെന്ന് പറയുന്നതിനല്ല, പ്രത്യേക സ്വഭാവമുള്ളവൻ. അവൻ ദൈവത്തിന്റെ ദൈനംദിന പ്രവർത്തികളെയും അത്ഭുതങ്ങളെയും അസാധ്യങ്ങളെ സാധ്യമാക്കിയത് ഓർത്തിട്ട് മാത്രമേ ഒരു കറന്റ് റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. അതിൽ പരാജയപ്പെട്ട 10 തലവന്മാരുടെ നടുവിൽ 2 തലവന്മാരായ പ്രഭുക്കന്മാരായ യോശുവയും കാലേബും അതെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന എന്തെന്ന് ചോദിച്ചാൽ അവരും ഇതേ കാഴ്ച കണ്ടു. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെ കണ്ടു? കോട്ടയാണോ പാളയമാണോ? പുഷ്ടിയുണ്ടോ പുഷ്ടിയില്ലയോ? ഇതിനെ കാക്കാൻ ആൾക്കാർ മല്ലന്മാരുണ്ടോ? അതോ വലിയ കാവലൊന്നുമില്ല, നമുക്ക് ഏത് സമയം ഇടിച്ച് കയറാം? എല്ലാം അന്വേഷിക്കണം. ഇവര് നല്ല റിപ്പോർട്ടുമായിട്ടാണ് 12 പേര് വന്നേ. കാഴ്ചയുടെ ആ കണ്ട കാര്യങ്ങൾ അവർ അതുപോലെ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവർ പറയുകയാണ് 28-ാം വാക്യം, എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. അപ്പോൾ 31-ാം വാക്യം, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. നാം ചെന്ന് കോട്ടകളാൽ ചുറ്റപ്പെട്ട അനാക്യ മല്ലന്മാരാൽ ചുറ്റപ്പെട്ട ഇത്രയും ഫ്രൂട്ട്ഫുള്ളായ ഫോർട്ടിഫൈഡ് റിച്ചായ ഒരു ലാൻഡിന്റെ വക്കത്തെത്താൻ അവർ സമ്മതിക്കത്തില്ല. എന്നിട്ടും കാലേബ് പറയുകയാണ്, നമുക്ക് ചെന്ന് അവകാശമാക്കാൻ നമുക്കതിന് കഴിയും. അതിന്റെ പൂർത്തീകരണമാണ് യോശുവ പറയുന്നത്. അങ്ങനെ അതൊരു പറഞ്ഞു. ഉടനെയാണ് ബാക്കി 10 പേരുടെ പ്രതികരണം. അവർ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു, എങ്കിലും പറഞ്ഞു തുടങ്ങി. അസാധ്യതകളിലേക്ക് അവരുടെ ശ്രദ്ധ പോയി. ഇതുവരെ നടത്തിയ വഴികളെ അവർ മറന്നു. ഇപ്പോൾ കാണുന്ന അവരുടെ മുമ്പിൽ നിൽക്കുന്ന അനാക്കിയ മല്ലന്മാർ കയ്യിൽ അവർ തോളിൽ ചുമന്നുകൊണ്ട് വന്ന മാതളപ്പഴവും അത്തിപ്പഴവും മുന്തിരിപ്പഴവും ഒന്നും അവരെ ആകർഷിക്കുന്നില്ല. കാരണം ആ കോട്ടകൾ പരിപാലിക്കുന്ന, ആ പട്ടണം പരിപാലിക്കുന്ന, ആ ദേശത്ത് കാവൽ ചെയ്യുന്ന, അതെ അധികാരം ആക്കിയിരിക്കുന്ന മല്ലന്മാരുടെ ആ ചിത്രം അവരുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവർക്ക് വെട്ടുക്കിളികളെ പോലെ തോന്നി. പക്ഷേ എപ്പോഴാണെന്നറിയാം റോങ് റിപ്പോർട്ട് പുറത്തു വന്നത്? ദൈവത്തിന് വേണ്ടി സംസാരിപ്പാൻ ദൈവം മതിയായവനെന്ന്, അല്ലെങ്കിൽ നമുക്കത് തരാൻ ദൈവം ശക്തനാണ്, നമുക്കതിന് കഴിയുമെന്ന് അസാധ്യതകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരുത്തൻ ദൈവത്തിന് സാധ്യമാണ്, അല്ലെങ്കിൽ നമുക്കതിന് കഴിയുമെന്ന് കാലേബ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്താൽ അത് കഴിയുമെന്നാണ് അതിനർത്ഥം. അപ്പോഴാണ് ആരുടെ തനി സ്വഭാവം പുറത്തു വന്നേ? മറ്റേ 10 പേരുടെ സ്വഭാവം പുറത്തു വന്നു. 31-ാം വാക്യം, എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇത് മോശയോടും അഹരോനോടും മാത്രമല്ല, ജനത്തിന്റെ ഇടയിലേക്ക് ഒരു ബാഡ് റിപ്പോർട്ട്, ഒരു ബാഡ് ന്യൂസ് ഇവരങ്ങ് പരത്തി. ഇവരുടെ വായിൽ നിന്ന് വന്ന നടക്കത്തില്ല, കഴിയത്തില്ല എന്നുള്ള ശബ്ദം മോശയും അഹരോനും ഈ 12 പേരിൽ മാത്രമല്ല എത്തിയത്.
ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് ഈ ബാഡ് റിപ്പോർട്ട് നമുക്ക് കഴിയത്തില്ല എന്നുള്ള റിപ്പോർട്ട് ഇസ്രായേൽ മക്കളോട് ദുർവർത്തനമായി പറഞ്ഞു തന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു, ജയൻസിനെ കണ്ടു. ജയൻസ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, എക്സ്ട്രാ ഓർഡിനറി ആയ ഫ്രൂട്ട്, എക്സ്ട്രാ ഓർഡിനറി ആയ ഹണി, എക്സ്ട്രാ ഓർഡിനറി ആയ മിൽക്ക്, എക്സ്ട്രാ ഓർഡിനറി ആയ ആൾക്കാരാണ് ജയൻസ് എന്ന് പറയുന്നത്. ദേശം നല്ലതാ, പാല് നല്ലതാ, തേൻ നല്ലതാ, ഫ്രൂട്ട്സ് നല്ലതാ. പക്ഷേ ഇവയൊക്കെ ഉള്ള ദേശത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. കാരണം അവിടെ ഞങ്ങൾ ഒരു കാഴ്ച കണ്ടു. ഞങ്ങൾ അത്തിപ്പഴവും മാതളപ്പഴവും മുന്തിരിപ്പഴവും പാൽ അധികമായി കൊടുക്കുന്ന പശുക്കളെയും അധികമായി തരുന്ന വൃക്ഷങ്ങളെയും അല്ലെങ്കിൽ ഫലങ്ങളെയും അല്ല ഞങ്ങൾ കണ്ടത്. പൂക്കളെയും അല്ല ഞങ്ങൾ കണ്ടത്. മറിച്ച് ഞങ്ങൾ ഒരു കാഴ്ചയൂടെ കണ്ടു. അതിന്റെ അടുത്തുപോലും നമുക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ അതിനെ കാവൽ ചെയ്ത് പരിപാലിക്കുന്ന, ഇന്ന് ലോകം കാണുന്നതിൽ സാധാരണ മനുഷ്യന്മാരല്ല, മല്ലന്മാർ, അതികായന്മാർ, അധികമായി ഉയരവും അധികമായ ശരീരവും വടിവുമുള്ള അതികായന്മാർ, സാധാരണ മനുഷ്യർ, അവർ മുമ്പിൽ വെട്ടുക്കിളി പോലെ തോന്നുന്ന അതികായന്മാർ അല്ലെങ്കിൽ ജയൻസ്, മല്ലന്മാരെ കണ്ടു. ഇവരുടെ മനസ്സിൽ പതിഞ്ഞ കാഴ്ച എന്നറിയാമോ? ഒരു നിമിഷം കൊണ്ട് ഇസ്രായേൽ ജനത്തിന് അതേ പറ്റിയ ഒരു കാഴ്ച നമുക്കറിയാം. ദാവീദ് ഗോലിയാത്തുമായുള്ള യുദ്ധത്തിന്റെ മുമ്പിൽ ശൗലും കൂട്ടരും പകച്ചു നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് മൊത്തം എന്ത് വന്ന് ഇതുപോലൊരു അതികായനോട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതാരെന്നറിയോ? ഫെലിസ്ത്യ ദേശത്തിലെ വീരനും വീരശൂര പരാക്രമിയായ മല്ലനായ ഗോലിയാത്ത്. അവന്റെ ഉയരവും അവന്റെ ശരീരവടിവും അവന്റെ ചമയങ്ങളും അവൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും എല്ലാം ആരെ തകർത്ത് കളഞ്ഞറിയാമോ? ശൗലിനെയും കൂട്ടരെയും തകർത്ത് 40 ദിവസത്തിനകം ഒന്നും ചെയ്യാൻ കഴിയാതെ നിശ്ചലനായി നിന്നപ്പോൾ ദാവീദ് ആ പാളയത്തിലേക്ക് വരുമ്പോൾ ദാവീദ് അവിടെ കണ്ടത് അതികായനായ മല്ലനായ ഗോലിയാത്തിനെ, പിന്നെയോ അവനെ തകർക്കാൻ കഴിവുള്ള ദൈവത്തെ ഒരു ചെറുപ്പക്കാരൻ കണ്ടപ്പോൾ അത് അവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവാക്കി മാറ്റി ദൈവം. ഇതാ ഇസ്രായേൽ മക്കൾ ഒരു കാഴ്ച കാണുകയാ. അവരോട് ചോദിച്ചാൽ അവർ പറയും, എന്ത് പ്രയോജനം? ദേശം എത്ര നല്ലതാണേലും എന്താ? അവിടെ എത്ര ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും എന്താ? ഹണി ഉണ്ടെങ്കിലും എന്താ? മിൽക്ക് ഉണ്ടെങ്കിലും എന്താ? ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? അതൊന്നും തുറന്നിട്ടേക്കുമല്ല, അത് പൊതുസ്വത്തല്ല. ഞങ്ങൾ വിചാരിച്ചു ദേശം ഒറ്റ നോക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ദൈവം തരും. ദേശം നല്ലതും ദേശത്തേക്ക് എളുപ്പം ചെല്ലാനുള്ള സാവകാശവും ഉണ്ട്. നമ്മൾ ചെന്നാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മളെക്കാൾ ബലഹീനർ. അവിടെ പറഞ്ഞു വിടുമ്പോ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം, ബലവാന്മാരാണോ ബലഹീനന്മാർ? ഇവരെന്തോ കരുതെന്നറിയാമോ? ബലഹീനരാരെങ്കിലും നമുക്ക് ചെല്ലാം. കാരണം ഈ 10 തലവന്മാരും ചെല്ലാനിരിക്കുന്ന തങ്ങളുടെ ബലത്തിലാണെങ്കിൽ കാലേബ് യോശുവയും ചെല്ലാനിരിക്കുന്നത് ദൈവത്തിന്റെ ബലത്തിലാ. ശൗല് ഗോലിയാത്തിനെ നേരിടാൻ മടിച്ചത് സ്വന്തം ബലം ചെറുതായി തോന്നിക്കൊണ്ടാ. ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടത് സ്വന്തം ബലത്തിലല്ല, ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാ. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ തളരാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രതിസന്ധികളെ നാമാണ് നേരിടുന്നുള്ള ചിന്ത നമുക്ക് വരുമ്പോൾ നമ്മൾ വെട്ടുക്കിളികളെ പോലെ തോന്നും. എന്നാൽ പ്രതിസന്ധികളെ നേരിടുന്നത്, പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നത് എനിക്ക് മുമ്പായി യുദ്ധം യഹോവയ്ക്കുള്ളതാ. പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവത്തിലുള്ളതാ. കാര്യങ്ങളുടെ പരിസമാപ്തി ദൈവത്തിലുള്ളതാ. വഴിയൊരുക്കുന്നവൻ ദൈവമാണ്. പാതകളെ നേരെയാക്കുന്നവൻ ദൈവമാണ്. തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ആ വിഷയത്തിന്റെ മുമ്പിൽ ഏത് മല്ലനും ചെറുതാകണമെങ്കിൽ നാം ആ പ്രശ്നത്തിന് മുമ്പിൽ നിന്നാ പറ്റത്തില്ല. ദൈവത്തെ നിർത്തണം. 10 തലവന്മാരും മല്ലന്മാരുടെ മുമ്പിൽ തങ്ങളുടെ വെട്ടുക്കിളികളെ പോലെ തോന്നി. കാരണം അവരാണ് ആ പ്രശ്നത്തിന് മുമ്പിൽ നിന്നത്. അവരാണ് ആ മല്ലന്മാരെ ഞങ്ങൾ നേരിടണമെന്നുള്ള ചിന്ത അവർക്ക് വന്നു. പക്ഷെ കാലേബിന് യോശുവയ്ക്കും അറിയാം, ഞങ്ങളല്ലല്ലോ നേരിടണ്ടേ. കാരണം 10 ബാധ മിസ്രൈമിൽ വെച്ച് അയച്ചപ്പോൾ 10ാം ബാധയിലും തന്റെ ജനത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ പൊടുന്നനവെ അവരെ പുറപ്പെടുവിച്ച് അവരെ പിന്തുടർന്ന ചെങ്കടലിന്റെ നടുവിൽ അവർ പട്ടുപോകാതെ ചെങ്കൽ പാതി ഒരുക്കിയത് മോശയല്ല ഞങ്ങളുമല്ല, മുമ്പിൽ നിന്നെന്ന് മാത്രമേ ഉള്ളൂ, അനുസരിച്ചത് മാത്രമേ ഉള്ളൂ. സടക്കിഴക്ക് തെക്ക് കാറ്റടിപ്പിച്ചതും ചിറ പോലെ വെള്ളത്തെ പൊങ്ങുമാറാക്കുന്നതും ഞങ്ങൾക്ക് ആവശ്യമായി തരുന്നതും ഞങ്ങളെ നടത്തും ദൈവമാണെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവർ അനുഭവിച്ചതുണ്ടല്ലോ. അവർ സമയം വന്നപ്പോൾ അത് മറന്നുപോയില്ല. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കുക. എത്ര വ്യക്തമായും എത്ര ശക്തമായും ദൈവ
പ്രവൃത്തികളെ കണ്ടവരാ നമ്മൾ. എത്ര അധികമായി ദൈനംദിന പരിപാലനം അറിയുന്നവരാ നമ്മൾ. എത്ര അധികമായി ദൈവം നമ്മളെ ഉള്ളം കയ്യിൽ വഹിക്കുന്നു. എത്ര അധികമായി ആലോചന പറഞ്ഞു തരുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് ചോദിക്കുക, എന്നിട്ടും ചില പ്രശ്നങ്ങളുടെ വലിപ്പം കണ്ടിട്ട്, ചില പ്രതിസന്ധികളുടെ വലിപ്പം കണ്ടിട്ട്, അതേ ചില കാര്യങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് നാം ആണോ അതിന്റെ മുമ്പിൽ നിൽക്കുന്നത്? ദൈവത്തെ അതിന്റെ മുമ്പിൽ നിർത്തുകയാണോ? നാം നിന്നാൽ നാം 10 പേരെ പോലെ റിപ്പോർട്ട് കൊടുക്കും, ഞങ്ങൾ വെട്ടുക്കിളികളാണ്, അവർ ബലവാന്മാരാണ്. എന്നാൽ ദൈവത്തെ നിർത്തിയാൽ കാലേബ് യോശുവയെ പോലെ നമ്മൾ പറയും. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ആ വർത്തമാനം ദേശനിവാസികളുടെ പടർന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെ അതികായന്മാർ. എന്നിട്ട് പറയുകയാണ് അവസാന വാക്യം 30-33, ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. എന്തുവാ വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ? എത്ര ചെറിയൊരു പക്ഷിയാ. അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ സഭയൊക്കെ ഉറക്ക നിലവിളിച്ചു. ജനമാ രാത്രി മുഴുവനും കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കണ്ടാൽ, കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ദിവസം നമ്മൾ നേരിട്ടാൽ, നമ്മൾ രാത്രി ഉറങ്ങത്തില്ല. നമ്മൾ ഉറക്ക നിലവിളിക്കത്തുള്ളൂ. പ്രാർത്ഥന നിലവിളിയല്ല, ഭയത്തോടെ നിലവിളിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് നാം ഭാവിയെ തരണം ചെയ്യാൻ നോക്കിയാൽ, ഭാവിയെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയാൽ, എസ്റ്റാബ്ലിഷ് ആകാൻ നോക്കിയാൽ, നാം എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ, നാം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ, രാത്രി മുഴുവൻ സഭ നിലവിളിച്ച പോലെ നാം നിലവിളിക്കത്തേ ഉള്ളൂ. ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടാകത്തില്ല. ഇസ്രായേൽ മക്കൾ എല്ലാവരും അവർക്ക് ആരെയൊക്കെ കിട്ടിയെന്നറിയാവോ? ഈ 10 പേർക്ക് ഇസ്രായേൽ മക്കളെ മുഴുവനും കൈ കിട്ടി. അതെന്നാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഇടയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ സഭയിലല്ല ഞാൻ പറയുന്നത്. എപ്പോഴും ബാഡ് റിപ്പോർട്ടുകൾ, ദുർവർത്തമാനങ്ങൾ പെട്ടെന്ന് പരക്കും. അതിന് പ്രത്യേകിച്ച് എന്താ പറയണ്ടേ? പക്ഷെ ഒരു നല്ല വർത്തമാനം പരക്കാനും അത് ഏറ്റെടുക്കാനും അതിലൊന്ന് നിലനിൽക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാ. പക്ഷേ നടക്കത്തില്ല, കഴിയത്തില്ല, സംഭവിക്കത്തില്ല. ഇത് ഇങ്ങനെയാണ്, അതങ്ങനെയാണ്. അതെ, ഒരു വ്യക്തിയെ കുറിച്ചാണേലും, ഒരു സംഭവത്തെ കുറിച്ചാണേലും, ഒരു ഭാവി വിഷയത്തെ കുറിച്ചാണേലും ഒരു നെഗറ്റീവ് റിപ്പോർട്ട് പെട്ടെന്ന് ജനത്തിന്റെ ഇടയിൽ പരക്കും. എന്നാൽ ഒരു പോസിറ്റീവായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു വർത്തമാനം പരക്കണമെങ്കിൽ അതിന് ആര് വേണമെന്നറിയാമോ? അല്ല, ഇങ്ങനെയുള്ള ദോഷകരമായ വസ്തുതയുടെ മുമ്പിൽ നിൽക്കാൻ അധികം പേര് വേണ്ട. 1-2 പേര് മതി. പക്ഷെ അവർ ആരായിരിക്കണം എന്നറിയാമോ? മല്ലന്മാരുടെ മുമ്പിൽ ജീവനുള്ള സൈന്യങ്ങളെ യഹോവയായ ദൈവത്തെ വെക്കുന്നവരായിരിക്കണം. അല്ലാത്തവർക്ക് ആർക്കും ഈ സഭയെ അടക്കാൻ പറ്റത്തില്ല. എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെ അവരോട് ഇനിയുള്ള വാക്കുകൾ സഹിക്കാൻ പറ്റത്തില്ല. ഇനിയുള്ള വാക്കുകൾ ചങ്ക് തകരുന്ന വാക്കുകളാ, ഹൃദയ ഭേദകമാ. എന്തിനാണോ ഈ മാതളപ്പഴം പൊക്കിക്കൊണ്ടുവന്നേ? എന്തിനാണോ ഈ അത്തിപ്പഴം പൊക്കിക്കൊണ്ടുവന്നേ? എന്തിനാണോ ഈ മുന്തിരിപ്പഴം പൊക്കിക്കൊണ്ടുവന്നേ? എന്തിനാണോ നിങ്ങൾ അവിടെ പോയത്? നിങ്ങൾ എന്തിനാ പോയത്? എന്തോ ഒരു പറയുന്ന വാക്ക് കേട്ടോണേ. മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തിന് അവർ തീരുമാനിച്ചു. അവരെ ആര് കൊല്ലാൻ പോവാ? അനാക്കി വല്ലന്മാരെ. എന്തെളുപ്പമല്ലേ? വിശ്വാസം വേണ്ട, പ്രത്യാശ വേണ്ട, നന്ദി വേണ്ട, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കണ്ട, ആത്മീയ കൂട്ടായ്മ വേണ്ട. എന്തെളുപ്പം റിപ്പോർട്ട് കൊടുക്കാൻ. പക്ഷേ കാലേബ് യോശുവ പറഞ്ഞ പോലെ പറയണമെങ്കിലുണ്ടല്ലോ, അധികമായ ദൈവകൃപ ആവശ്യമാ. ദൈവ ചെയ്ത ഉപകാരങ്ങളെ ഓരോന്ന് ഓർത്തെടുക്കേണ്ടത് ആവശ്യമാ. ദൈനംദിന പരിപാലനത്തെ ഓർത്തെടുക്കേണ്ടത് ആവശ്യമാ. കഴിക്കുന്ന മന്നായോട് നന്ദി ഉണ്ടായിരിക്കണം. കുടിക്കുന്ന വെള്ളത്തോട് നന്ദി ഉണ്ടായിരിക്കണം. പാർക്കുന്ന പാർപ്പിടത്തോട് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നിസ്തംഭത്തോടും മേഘസ്തംഭത്തോടും നന്ദി ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇത് വിളിച്ചു പറയാൻ പറ്റൂ. അല്ലാത്തൊരു പറയും ഞങ്ങൾ മരിച്ചതായി മതിയായിരുന്നു, ഇവിടെ മരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വാളാൽ വീഴേണ്ട യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളായി പോകുമല്ലോ. എന്തോ ഒരു കുടുംബസ്നേഹികളാ. ഈ കുടുംബസ്നേഹം കൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? ഒത്തിരി ഭാര്യമാരെ മക്കളെ സ്നേഹിക്കാൻ വേണ്ടി എന്ത് പറ്റിയെന്നറിയാവോ? കർത്താവ് പറയുന്നുണ്ട്. ഈ വാക്ക് വെച്ച് അധികം സംസാരിക്കുന്നേ, മക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ അമൃത ചിന്തയുണ്ടല്ലോ,
അതിന് വ്യക്തമായ മറുപടി ദൈവം കൊടുക്കുന്നുണ്ട്. എന്നാ പറ്റുന്നറിയണം, ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളായി പോകുമല്ലോ. കർത്താവിന് വേണ്ടി നിൽക്കേണ്ട കാര്യം വരും. ഭയങ്കര ഭാര്യാ സ്നേഹവും മക്കൾ സ്നേഹവും. കർത്താവിന് വേണ്ടി രണ്ട് വാക്ക് പറയാനും, ദൈവത്തിൽ കൃത്യമായി കടന്നു വരാനും, ദൈവത്തെ സേവിക്കാനും, ഭാര്യയും മക്കളെ രണ്ടാമതാക്കിക്കൊണ്ട് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ രണ്ട് വാക്ക് പറഞ്ഞതിന് ഈ സ്വഭാവം ആരാ കാണിച്ചത്? ദാവീദ്. യഹോവയുടെ പെട്ടകം മടക്കിക്കൊണ്ട് ദേശത്തേക്ക് വരുമ്പോൾ ദാവീദിന് സന്തോഷം സഹിക്കാൻ വയ്യ. എന്ത് സന്തോഷമാ! രാജാവായതിന്റെ സന്തോഷമല്ല, സിംഹാസനം കിട്ടിയതിന്റെ സന്തോഷമല്ല, ആട്ടിടെ രാജാവായി ഉയർന്നതിന്റെ സന്തോഷമല്ല. പിന്നെയോ യഹോവയുടെ പെട്ടകം മടങ്ങി വരുന്നു. അതിന്റെ അർത്ഥം ദൈവ സാന്നിധ്യം മടങ്ങി വരുന്നു, ദൈവ കോപം നീങ്ങിപ്പോകുന്നു. ഈ പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദ് ഒരു കാര്യം ഓർത്തു, ഇതിന്റെ മുമ്പിൽ ഒരു രാജാവായി നിൽക്കുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. ഇവിടെ നിൽക്കുന്നത് ശൗലിന്റെ മക്കളുമാണ്. എന്നാൽ എന്നെ ഇവിടെ നിർത്തിയത് ഈ ദൈവത്തിന്റെ കരുണയും സ്നേഹവുമാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ മാനത്തെക്കാൾ വലുതായി ദൈവത്തിന്റെ മാനത്തെ ഓർത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. എപ്പോഴാണെന്നറിയോ ഈ ശരീരമൊക്കെ അനങ്ങുന്നേ? ദൈവസന്നിധി വരുമ്പോ ഈ കൂടുതൽ റിസർവ്ഡ് ആകാതിരിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? കൂടുതൽ അങ്ങ് മാന്യരായി, ഭയങ്കര പകൽ മാന്യരായി, എന്തോ ഒരു മസിൽ പിടുത്തമൊക്കെ മാറണേൽ എന്തുവേണമെന്നറിയാം, ദൈവം എന്ത് ചെയ്തു, ഞാൻ എവിടെ നിൽക്കുന്നു, എന്നെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് ബോധമുള്ളവൻ തന്റെ മനസ്സിനെ ശരീരത്തെ ഒരുപോലെ ദൈവത്തിന് വിട്ടുകൊടുക്കും. ഷർട്ട് ചുളുങ്ങിയാലും, മുടി ഉഴപ്പിയാലും, സാരി ചുളുങ്ങിയാലും, അതെ മുണ്ട് ഇച്ചിരി ചുളുങ്ങിയാലും, അതെ ശരീരം ഇച്ചിരി ഉണഞ്ഞാലും അവിടെ നിന്നുകൊണ്ട് ഒരു ലക്ഷ്യം കൂടാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവം അവർക്ക് എന്ത് ചെയ്തിരിക്കും ബോധ്യമുള്ളവർക്ക്. സഭയിലെ മാന്യത പലപ്പോഴും പലരുടെയും വീട്ടിൽ കാണാറില്ല. ഈ ശബ്ദമെടുക്കാത്ത സ്വഭാവവും ഈ കൈയടിക്കാത്ത സ്വഭാവം ഒന്നും വീട്ടിൽ അങ്ങനല്ല. ഈ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ വീട്ടിൽ ചെല്ലണം. അവരുടെ ഒച്ച കേൾക്കണമെങ്കിൽ, അവരുടെ ആരവാരം കേൾക്കണമെങ്കിൽ, അവരുടെ ദേഷ്യം കാണണമെങ്കിൽ, അവരുടെ ശബ്ദത്തിന്റെ ധ്വനി കേൾക്കണമെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തേക്ക് ചെല്ലണം. എന്നാൽ ദാവീദ് അങ്ങനെയല്ലായിരുന്നു. കൊട്ടാരത്തിനകത്ത് ഗർജിക്കുകയല്ലായിരുന്നു, പിന്നെയോ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ആനന്ദിക്കുന്നവരായിരുന്നു ദൈവഭക്തന്മാർ. തന്റെ ഭാര്യയോട് കോപിച്ച്, തന്റെ മക്കളോട് കോപിച്ച്, അല്ലെങ്കിൽ ഭാര്യയെ മക്കളെ അധികം സ്നേഹിച്ച് ദൈവത്തെ രണ്ടാമനായി കാണുന്നതല്ലായിരുന്നു. ഞാൻ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? ദൈവസന്നിധിയിൽ തന്റെ ഭാര്യ തന്നെ നിന്ദിച്ചു. രാജാവേ, അങ്ങേക്ക് നാണമില്ലേ? കാരണം മീഖലിന്റെ ഹൃദയത്തിൽ കൂടെ പോയതുണ്ടല്ലോ. പെട്ടവുമല്ല, ദൈവസാന്നിധ്യമല്ല, തന്റെ ഭർത്താവായിരിക്കുന്ന രാജാവ് തന്റെ മേൽവസ്ത്രം മാറ്റിവെച്ച് തന്നെ തന്നെ അനാവൃതനാക്കി അവിടെ നൃത്തം ചെയ്തതാണ് തനിക്ക് കുറച്ചിലായി തോന്നി, തനിക്ക് അപമാനമായി തോന്നി. മീഖൾ പറഞ്ഞു, നിനക്ക് നാണമില്ലേ? നിന്റെ ദാസിമാർ കണ്ടില്ലേ? നിന്റെ ദാസന്മാർ കണ്ടില്ലേ നീ കിടന്ന് തുള്ളുന്നത്? ദാവീദിന്റെ മറുപടി, ക്ഷമിക്കണം മീഖളെ, പറ്റിപ്പോയി, ഇനി മേലാ തുള്ളത്തില്ലെന്നാണോ? നിന്നെ ഓർത്തില്ലെന്നാണോ? ദാവീദിന്റെ മറുപടി ഭയങ്കര ത്രില്ലിംഗ് മറുപടിയാ. നീ ഒരു കാര്യം കാതു കൂർപ്പിച്ച് കേട്ടോണം മീഖളെ, ഇന്ന് പകൽ നീ എന്റെ വായിൽ ഒരു വാക്ക് കേട്ടോണം. ഇങ്ങനെ പറഞ്ഞ്, നിന്റെ അപ്പനായ ശൗൽ ഇരിക്കേണ്ടടുത്ത്, നിന്റെ ആങ്ങളെ ഇരിക്കേണ്ടടുത്ത്, നിന്റെ അപ്പനും സഹോദരങ്ങളും ഇരിക്കേണ്ട സിംഹാസനത്തിൽ ഈ എന്നെ കൊണ്ടിരുത്തി തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇതിലധികത്തുള്ളൂ, ഇതിനകത്തേക്കോ ഞാൻ നൃത്തം ചെയ്യും, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ കണ്ണടച്ചു. അങ്ങനെ പറഞ്ഞില്ല, അതെന്റെ ഭാഷയാണ്. ചുട്ട മറുപടി കൊടുത്തു, ചുട്ട മറുപടി ദാവീദ് കൊടുത്തു. നിന്റെ അപ്പനായ ശൗൽ ഇരിക്കേണ്ടടുത്ത് എന്നെ ഇരുത്തിയതുണ്ടല്ലോ, ചെങ്കോല് മുറുകെ പിടിക്കാനല്ല, കിരീട ഇളകാതെ തലയിൽ മുറുകെ പിടിക്കാനല്ല, സിംഹാസനത്തെ അള്ളിപ്പിടിച്ചിരിക്കാനല്ല, എന്നെ ഇരുത്തിയതിനൊരു ദേശമുണ്ട്. അവന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് ഞാൻ എല്ലാം അവന് മഹത്വം കൊടുക്കുന്നവനറിയാം. എനിക്ക് അവനേക്കാൾ വലിയവൻ ആരുമില്ലെന്നവനറിയാം. ആട്ടിടയനായിരിക്കുമ്പോൾ മാത്രമല്ല,
എനിക്ക് യഹോവയുടെ ഇടനാമം പാടാൻ ധൈര്യം. രാജാവായിരിക്കുമ്പോഴും എനിക്കത് പാടാനുള്ള ധൈര്യമുണ്ട്. ഇന്ന് രാത്രി വിളിച്ചു ചോദിക്കട്ടെ, നമ്മുടെ താഴ്ചയിൽ മാത്രമേ ഉള്ളൂ അവൻ നല്ലവെന്ന് പാടാൻ ധൈര്യം? മുറിക്കകത്ത് മാത്രമേ ഉള്ളൂ, ആരും കാണാത്തപ്പോ മാത്രമേ ഉള്ളൂ? അതോ സകല മനുഷ്യരുടെയും മുൻപിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ എവിടെ ഒറ്റയ്ക്കായിക്കോട്ടെ കൂട്ടത്തിലായിക്കോട്ടെ എന്റെ ദൈവം നല്ലവൻ, അവൻ എനിക്ക് മതിയായെന്ന് ഭാര്യയും മക്കളും നിൽക്കെ, ഭർത്താവും മക്കളും നിൽക്കെ, സഭ നോക്കി നിൽക്കെ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, നൃത്തം ചെയ്യുവാൻ, സ്തുതിക്കാൻ, കരങ്ങൾ ഉയർത്തുവാൻ, കരങ്ങൾ അടിപ്പാൻ ആരുടെയും പ്രചോദനം വേണോ? ഒത്തിരി അങ്ങ് ഡീസന്റ് ആകരുത് കേട്ടോ, അപകടമാ. ഒത്തിരി അങ്ങ് ഡീസന്റ് ആകരുത്, ഒത്തിരി അങ്ങ് മാനം നോക്കല്ലേ. ഞാൻ പലരെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. വിഡ്ഢികളായിട്ടല്ല, ദൈവസേന വരുമ്പോ ബോധമുള്ളവണ്ടാ, വ്യക്തമായ ബോധമുള്ളവണ്ടാ. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി ഈ പ്രായത്തിലല്ല, കുറെ വർഷം കാത്തിരുന്ന് പിള്ളാരെ കിട്ടതായപ്പോ ഉണ്ടായ കണ്ണുനീരല്ല. 21-ാമത്തെ വയസ്സിൽ കർത്താവ് വിളിച്ച നാൾ ഒഴുകാൻ തുടങ്ങിയ കണ്ണുനീർ ഇന്നും ആ ഉറവ് പറ്റാത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതെന്തെങ്കിലും നേടാനുള്ള കണ്ണുനീരല്ല, അത് ദൈവത്തിന് കൊടുക്കുന്ന കണ്ണുനീരാ. ദൈവം എന്തെങ്കിലും ദോഷം ചെയ്തതിന്റെ പ്രതികരണത്തിന്റെ കണ്ണുനീരല്ല, നന്മ മാത്രം ചെയ്തതിന്റെ ആരാധനയുടെ കണ്ണുനീരാ. അവൻ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള ആ തിരമ്പലല്ല കയ്യടിയും അതേ തുള്ളലും, മറിച്ച് അവൻ ചെയ്തതിന് ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല ദുഃഖത്തോടെ. ഏത് ദുഃഖമെന്നറിയാമോ? ഒരു കാലത്തും അതിന് കഴിയത്തില്ല എന്ന് അറിഞ്ഞിട്ടും ആകുന്ന പോലെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, നാം പെന്തിക്കോസ്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ട, പക്ഷെ ഭക്തന്മാരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം കേട്ടോ. പെന്തിക്കോസ്ത് പാരമ്പര്യം നമുക്ക് വേണ്ട, പക്ഷെ ഭക്തന്മാർക്ക് ഒരു പാരമ്പര്യമുണ്ട്. തന്റെ ഭക്തന്മാർക്ക്, തന്റെ നിറവിൽ ജീവിച്ചവർക്ക്, രാജാക്കന്മാർക്ക്, ഗവർണർമാർക്ക്, പ്രഭുക്കന്മാർക്ക്, ഇടയന്മാർക്ക്, പ്രവാചകന്മാർക്ക്, ശുശ്രൂഷന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക്, ഉപദേഷ്ടാക്കൾക്ക്, ഇടയന്മാർക്ക് ആ പാരമ്പര്യം നാം കാത്തു സൂക്ഷിക്കണം. അത് ദൈവികമായ ഉദ്ദേശത്തിലുള്ള പാരമ്പര്യമാണ്, അത് വ്യർത്ഥമായ പുതു പാരമ്പര്യമല്ല. പെന്തിക്കോസ്തിന്റെ ഒരു വ്യർത്ഥമായ പുതു പാരമ്പര്യം നമുക്ക് വേണ്ട. ആരെയും കാണിക്കാൻ കൈവടിക്കേണ്ട, ആരെയും കാണിക്കാൻ ആരും അതെ തുള്ളുകയും വേണ്ട, ചാടുകയും വേണ്ട, കരയുകയും വേണ്ട. പക്ഷേ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർക്കണമെങ്കിൽ ആരെങ്കിലും ഓർപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ സംതിങ് ഇസ് റോങ്. അതിനർത്ഥം കലബിയോഷെ സംസാരിക്കുന്ന കലബ് ഒന്ന് പറഞ്ഞു തുടങ്ങിയതിന്റെ പ്രതികരണമായിരുന്നു. കാലബി യോശുവോട് ഇവരുടെ കൂടിയിരുന്ന കുഴപ്പമില്ലായിരുന്നു, ഇവർ ഇത്രയും നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കത്തില്ല, നമുക്കതിന് കഴിയുമെന്ന് കാലേബ് ഒന്ന് പറഞ്ഞുകൂടി. അപ്പോഴല്ലേ അവരുടെ ഹൃദയത്തിലുള്ള മൊത്തം ഇങ്ങ് പോരുന്നു. എന്തോ വർത്താന മനുഷ്യ താങ്കൾ പറയണേ, ഒരിക്കലും കഴിയത്തില്ലെന്നുള്ള എതിർ വർത്തമാനം അവർ പറഞ്ഞു കഴിഞ്ഞു. ജനം മൊത്തം അത് അറിഞ്ഞു കഴിഞ്ഞു. ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. എന്നിട്ട് അടുത്ത വാക്ക്, മിസ്രൈമിലേക്ക് 4:14 മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുകയല്ലോ, ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. എന്റെ ചങ്ക് മുറിക്കുന്ന വാക്കാണ് അടുത്തത്. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോക എന്ന് അവർ തമ്മിൽ. കാരണം എന്താ അങ്ങനെ പറയാൻ കാര്യം? മോശ എന്താണ് തിരിച്ചു കൊണ്ടുപോകാൻ? നമുക്കിനി എന്ത് ചെയ്യണം? ഒരു തലവനെ തിരഞ്ഞെടുത്തിട്ട് എന്തിനു വേണ്ടിയാ? മുന്നോട്ട് പോകാനല്ല, തിരിച്ചു. മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അവരങ്ങ് തീരുമാനിച്ചു, പിന്നോട്ട് പോകാൻ പറ്റുമെന്ന് അവരങ്ങ് വിചാരിച്ചു. ഓരോരുത്തര് ദൈവത്തെ പേടിപ്പിക്കുക, അതോ മോശയെ പേടിപ്പിക്കുവാണോ? മുന്നോട്ട് ഞങ്ങൾ ഇനിയില്ല, പിന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നോട്ട് മോശ കൊണ്ടുപോവോ? ഇല്ല. അപ്പൊ ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോക എന്നവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശ അഹരോൻ ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന്റെ മുമ്പാകെ കവിണ്ണു വീണു. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫൂന്യയുടെ മകൻ കാലേബും വസ്ത്രം കീറി. അതാ ഞാൻ പറഞ്ഞേ, ചങ്ക് മറിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് യഹൂദൻ എന്ത് ചെയ്യുന്നത്? അവരുടെ മേലങ്കി വലിച്ചു കീറും. കേൾക്കാൻ പാടില്ലാത്തത്, പറയാൻ പാടില്ലാത്തത്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുകയോ, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുകയോ, കാണുവാൻ പാടില്ലാത്ത കാണുകയോ ചെയ്താൽ യഹൂദന്റെ ഒരു പാരമ്പര്യമാണ് മേലങ്കി വിലാപത്തിന്റെ, ദുഃഖത്തിന്റെ പ്രതീകമായി, തകർച്ചയുടെ പ്രതീകമായി, സഹിക്കാൻ വയ്യ എന്നുള്ളതിന്റെ പ്രതീകമായി അവർ മേലങ്കി വലിച്ചു കീറി.
വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞെന്തെന്നാൽ, അടുത്ത റിപ്പോർട്ട്, ഒന്നാമത്തെ റിപ്പോർട്ട് ദുർവർത്തമാനത്തിന്റെ, നല്ല കാര്യങ്ങള് ദേശത്തെ കുറിച്ചുള്ളതും. എന്നാൽ നമുക്ക് എന്നാ ഗുണം? നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല. എല്ലാവരും പെട്ടെന്ന് അതങ്ങ് സ്വീകരിച്ചു. രാത്രി മുഴുവൻ നിലവിളി. ഞാൻ ഓർക്കാണ്, കർത്താവേ എന്തു പെട്ടെന്നാ. ആ രാത്രിയിൽ തന്നെ നോക്കി അവർക്കൊരു കാഴ്ച കാണാം. കൂരിരുട്ടവരെ ബാധിക്കാതെ അവർക്ക് വെളിച്ചമായി നിൽക്കുന്ന ആ തൂണിന്റെ താഴെ ഇരുന്നുകൊണ്ട് അവർ നിരാശ പറയണേ. ദൈവത്തിന്റെ വലിയ വെളിച്ചത്തിന്റെ പരിപാലനത്തിന്റെ ആ രാത്രി മുഴുവനും കരയുമ്പോൾ അവർക്ക് എന്തുണ്ട്? ആ രാത്രി മുഴുവനും കൂരിരുട്ടല്ല അവരെ ബാധിച്ചിരിക്കുന്നേ. ദൈവം അവർക്ക് അഗ്നിത്തൂണായി ഉള്ളപ്പോൾ തന്നെ തങ്ങളുടെ ഭാവി ഇരുളിലാകുമെന്ന് അവർ ഭയപ്പെട്ടു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുക, ഇത് പിശാചിന്റെ വഞ്ചനയാ. ഈ ദുർവർത്തമാനം നമ്മുടെ കൂടാരങ്ങളിലോ സഭയിലോ ജീവിതത്തിലോ എത്തുവാൻ നമ്മൾ അനുവദിക്കല്ലേ. കാരണം ദൈവത്തിന്റെ പരിപാലനം പകലും രാത്രിയും ഒരുപോലെ അനുഭവിച്ചതിന് നമ്മൾ ചില പ്രത്യേക വിഷയങ്ങളെ കാഴ്ച കണ്ണിൽ ചെന്നതുകൊണ്ടും കേൾവി കാതിൽ ചെന്നതുകൊണ്ടും അതിന്റെ ആകാരം മനസ്സിലേറ്റത് കൊണ്ടും ഒരു ദുർവർത്തമാനം പരക്കാനല്ല ഇത്രയും കാലം ദൈവം നമ്മെ പോറ്റി പുലർത്തിയത്. പിന്നെയോ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് പറയാം, ഇല്ല, ദോഷമായി ഞാൻ സംസാരിക്കത്തില്ല. എന്താണെന്നറിയാവോ? മേഘസ്തംഭത്തിന് വേണ്ടി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യണ്ട. കേട്ടോണേ, മന്നയ്ക്ക് വേണ്ടി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യണ്ട. ഇസ്രായേലേ, നിങ്ങൾ വിതച്ചില്ല. ഇസ്രായേലേ, നിങ്ങൾ നിലമൊരുക്കിയില്ല. ഇസ്രായേലേ, നിങ്ങൾ കൊയ്ത് കളപ്പുരയിൽ കൊണ്ടുവന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കളപ്പുരയില്ല, മലശേഖരമില്ല. എന്നിട്ടും നിങ്ങൾക്ക് ആഹാരം തരുന്ന ദൈവത്തെ മറക്കാൻ, എത്ര മറക്കാൻ ഇടവന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കഠിന പ്രയത്നം ചെയ്യണം. കാരണം നിങ്ങളെ ദൈവം നടത്തുന്നുണ്ടല്ലോ. ഈ വഴിയാത്ര നിങ്ങളുടെ കഠിന പ്രയത്നമല്ല, ദൈവത്തിന്റെ കാവലാണ്, ദൈവത്തിന്റെ പരിപാലനമാണെങ്കിൽ കഠിന പ്രയത്നം എന്തിനു വേണ്ടി ചെയ്യണമെന്നറിയാമോ? ഇത്രയും അതിശയ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് വിരുദ്ധമായി സംസാരിക്കാൻ പ്രേരണ ഏത് കാരണത്താൽ ഉണ്ടായാലും നമ്മൾ തീരുമാനിച്ചോണം, ഇല്ലപ്പാ, എന്റെ വായിൽ നിന്ന് ഒരു ദുർവർത്തമാനം. നമ്മൾ ദുർവർത്തമാനം കരുതിയിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാ, ചീത്ത വർത്താനം. അത് മാത്രമല്ല ദുർവർത്തമാനം, ദൈവത്തിന്റെ പരിപാലനത്തെ ദിനം തോറും ഉള്ള കരുതലിനെ വാഗ്ദത്തങ്ങളെ മറന്നുകൊണ്ട് നാം സംസാരിച്ചാൽ അത് ദുർവർത്തമാനമാണ്. അവര് വസ്ത്രം കീറി, അവർക്കിത് കേട്ട് നിൽക്കാൻ വയ്യ. ഇത്രയും മങ്കപ്പാട് സഹിച്ച് യാത്ര ചെയ്തത് ഇനി ഒരു തലവരെ നിശ്ചയിച്ച് തിരിച്ചു പോകാനോ? ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും അവര് പറഞ്ഞെന്തെന്നാ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റ നോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഹോവയെ മാറ്റി നിർത്തിയ ഈ മല്ലന്മാരെ കണ്ടേ. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും എങ്ങനെ പറയാം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നേ? ദൈവത്തെ മാറ്റി നിർത്തി ഞങ്ങൾക്കൊരു യാത്രയില്ല. ഈ തിരുസാന്നിധ്യം മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയത്തില്ല. ചിന്തിച്ചാൽ ഞങ്ങൾ ഒന്നുമില്ല, ഏതുമില്ല നിങ്ങൾക്കറിയാം. അവര് പറയാ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തെ കൊണ്ടുവന്ന് നമുക്കത് തരും. തന്നേക്കാമെന്നല്ല, നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം. ഈ മാത്രം ചെയ്തെന്ന് പറഞ്ഞ കാര്യമാണ് ഇവർ ചെയ്ത്. ഒരു കാര്യം മാത്രം ചെയ്ത്, അത് മാത്രമേ ചെയ്യത്തുള്ളൂ. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക. എന്തോ അപ്പം മത്സരം? എന്തോ യഹോവയോടുള്ള മത്സരം? അപ്പം ദൈവത്തിന്റെ നടത്തിപ്പിനെ മറന്നുകൊണ്ട് നിങ്ങളെ വിട്ടതുണ്ടല്ലോ, നിങ്ങളോട് ദൈവത്തിനെതിരായി സംസാരിക്കാനല്ല, ആ ദേശത്തേക്ക് റിപ്പോർട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ മോശയോട് അഹരോനോട് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ 10 പേര് പറയണമായിരുന്നു. അതെന്താ? ഞങ്ങൾക്ക് വളരെ പേഴ്സണലാണ് കേട്ടോ, ഞങ്ങൾ ഈ പറയുന്ന ആരും അറിയരുതേ. അപ്പൊ മോശ ചോദിക്കും, പറ, എന്താണേലും പറ. നമ്മളൊക്കെ അങ്ങനല്ലേ? നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ നമ്മൾ വിശ്വസ്തരായവരോട് പങ്കുവെക്കാറില്ലേ? സംശയം വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യാറില്ലേ? നമുക്ക് ആകെപ്പാടെ ആടി ഇല്ലേമ്പോൾ നമ്മൾ പറയത്തില്ലേ, എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു. നമ്മൾ എന്ത് പറയും? ആരും കേക്കല്ലേ, ഞങ്ങളൊരു കാര്യം പറയാം കേട്ടോ, ഞങ്ങളോട് അനാക്കിയ മല്ലന്മാരെ കണ്ടു, ഞങ്ങൾക്ക് ശരിക്കും പേടി തോന്നുന്നു കേട്ടോ മോശേ, ഞങ്ങൾക്ക് ആകെ ഭയം തോന്നുന്നു. പക്ഷെ ഉണ്ടല്ലോ,
നീ മാത്രമേ, നീ ലീഡറാ, നീ മാത്രമേ ഇത് അറിഞ്ഞാൽ മതി. ഞങ്ങൾ നിന്നോട്ട് പറയുന്നത് എന്തിനാണെന്നറിയോ? നീ ഞങ്ങൾക്ക് ഒരു ആത്മീയവർദ്ധന വരുത്താനാ, നീ ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണം. കാരണം നീ അല്ലേ ഞങ്ങളെ അയച്ചത്. അയച്ച നീര് ഞങ്ങൾക്ക് ഒരു ബലം മതി. ഞങ്ങൾ നിന്നോളാം, സ്വയം ബലമില്ല, ഞങ്ങൾ ആകെ ഭയന്നിരിക്കുക. ദേശത്തിന്റെ കുട്ടിയൊക്കെ ഒരു വശം നല്ലതാണെങ്കിലും അതിലെ അധികായന്മാർ ഞങ്ങളെ തളർത്തിയിരിക്കുക. പക്ഷെ ഞങ്ങൾ നിന്നോട് രഹസ്യമായ ഒരു കാര്യം പറയാം. ഇത് വലിയ പ്രയാസമായി തോന്നുന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നവർ രഹസ്യമായി പറഞ്ഞാൽ അവരുടെ ഭാര്യയും പിള്ളേരും ആ ഇസ്രായേൽ മക്കൾ ആരും വാർത്ത അറിയത്തില്ലായിരുന്നു. ഈ 12 പേർ ഒന്നിച്ചുകൂടി ഒരു കൂട്ടായ്മയെ ആചരിച്ചിരുന്നെങ്കിൽ 12 എണ്ണത്തിനു വേണ്ടി ദൈവം ഇറങ്ങി വന്നേനെ. 10 കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുങ്ങിയില്ല. 10 പിറുപിറുപ്പിനും മത്സരത്തിനും ദുർവർത്തമാനത്തിനും ഒരുങ്ങിയപ്പോൾ 2 ദൈവസ്ഥാനത്തിന് വേണ്ടി കവണ്ണു വീണു. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചോദിക്കുക, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും വെല്ലുവിളികളുടെയും അതികായന്മാരുടെ മുമ്പിൽ, അതിഭയങ്കരമായ വിഷയങ്ങളുടെ മുമ്പിൽ, ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയത്തിന് മുമ്പിൽ ഇറങ്ങി തിരിച്ചതുപോലും വെറുതെയാണോ എന്ന് ചോദിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ ആരുമായി കൂട്ടായ്മ കൂടും? ആരോട് നമ്മൾ റിപ്പോർട്ട് പറയും? എന്ത് സംസാരിക്കുമെന്ന് ഇന്ന് രാത്രി നമ്മളോട് പരിശുദ്ധമായി ചോദിക്കുക. അവർക്ക് കഴിഞ്ഞില്ല. ആ 10 പേർ മോശയെ മാറ്റി നിർത്തിയാൽ മതിയായിരുന്നു. അല്ലെ കാലേബിനും യോശുവ വേണ്ട, ഓക്കെ, ഇവരുടെ ഉണ്ടായ ഭാരം അറിയിച്ചിരുന്നെങ്കിൽ അവരാരെ വിളിച്ചേനെ? കാലേബിനും യോശുവ വിളിച്ചേനെ, പറഞ്ഞേനെ, അതെ നമുക്ക് ഭാരമുണ്ട്, പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വായിൽ ഒരു ദോഷ വർത്തമാനം ജനത്തിന്റെ ഇടയിലെത്തി ദൈവത്തോട് മത്സരിക്കാൻ പാടില്ല. പക്ഷെ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, അവർ പരാജയപ്പെട്ടു. ജനം അതെ മോശയും കാലേബും കവണ്ടു വീണു. എന്ത് സംഭവിച്ചെന്നറിയാമോ? കവണ്ടു വീണു. അവരെ നമുക്കിത് അവകാശമാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 9-ാം വാക്യത്തിന്റെ അവസാനം കേട്ടോ, 9, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദേശം കിട്ടുമോ ഇല്ലെന്നുള്ള 2ാമത്തെ കാര്യമാണ്. അത് ദൈവത്തിന്റെ കയ്യിൽ. ഭയപ്പെടാതിരിക്കുക എന്നുള്ള ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ദൈവം എന്നോട് സംസാരിച്ച എന്റെ ഉറപ്പിലൊന്നുമല്ല. ഇത് ദൈവം എന്നോട് സംസാരിച്ച ഞാൻ വലിയ കരുത്തുള്ള എന്റെ ബലഹീനതയുടെ നടുവിൽ, എന്റെ ഭയത്തിന്റെ നടുവിൽ, എന്റെ മനസ്സ് മുറിവേൽക്കുന്നതിന്റെ സമയത്ത്, യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ഞാൻ പകച്ചു നിൽക്കുമ്പോൾ, ഹൃദയം വിങ്ങി പൊട്ടുന്ന സമയത്ത്, അങ്ങനെ കിടന്നുറങ്ങാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട്, അങ്ങനെ ഉറങ്ങാൻ, അതെ അബ്രഹാം അങ്ങനെ ഉറങ്ങാൻ ദൈവം ആഗ്രഹിച്ചില്ല. നീ ഭയപ്പെടേണ്ടെന്നേ എന്ന് പറഞ്ഞുറക്കിയ പോലെ ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ ഭയം ഉറങ്ങാൻ സമ്മതിച്ചില്ല. എന്റെ മനസ്സാകുലപ്പെട്ടപ്പോൾ, ഭയം എന്നെ മൂടാൻ തുടങ്ങിയപ്പോൾ, യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ഒരു നിമിഷം ഞാൻ പകച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ കിടക്കുവാണ് രാത്രി, കർത്താവേ ഞാൻ ഉറങ്ങാൻ പോകും, എന്നെ കാക്കണം, രാവിലെ ഉണർത്തണം, താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോയപ്പോൾ കർത്താവ് ഉറങ്ങാൻ വരട്ടെ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. നീ ഉറങ്ങാൻ വരട്ടെ. ഇപ്പോൾ നീ ഉറങ്ങാൻ കിടന്നാൽ നീ ഭയത്തോടെയാണ് ഉറങ്ങാൻ പോന്നെ. നിന്റെ മനസ്സിൽ പരിഭ്രമം ഉണ്ടായിരിക്കുന്നു. നീ യാഥാർത്ഥ്യങ്ങളെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് സത്യമാണ് കുഞ്ഞെ. പക്ഷെ അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. അത് ഞാനാണ് ആ സത്യം, ഞാൻ പറഞ്ഞ വചനമാണ് ആ സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ ഉറ്റുനോക്കി, ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ നോക്കാൻ ദൈവം നമ്മളെ അനുവദിക്കും. ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ വിലയിരുത്താൻ നമുക്ക് ബുദ്ധി തരും, നമുക്ക് വിവേകം തരും. അതെന്തിനെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബുദ്ധിയില് അതെ അവയെ വളർത്തിക്കൊണ്ടുവരുന്നല്ല, പിന്നെയോ അവയുമായി നമ്മൾ എവിടേക്ക് വരികയാണ്? ദൈവസ്ഥനിൽ വന്ന് നന്ദിയോടെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ നന്ദിയോടെ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഈ ബുദ്ധിക്ക് അപ്പുറമായി നിറയ്ക്കാൻ ഒരു പദ്ധതി ഉള്ളതുകൊണ്ടായി ഒറ്റ നോക്കാൻ അനുവദിക്കുന്നത്. പ്രിയപ്പെട്ടതേ, ഇന്ന് രാത്രി നമ്മുടെ പതിവ് ചിന്തയിലേക്ക്, നമുക്ക് ലേഖനത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, എനിക്കറിയില്ല നിങ്ങളിൽ ആർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ രാത്രി ദൈവം എന്റെ ഉള്ളത്തോട് പറഞ്ഞു, നീ ഭയന്നുറങ്ങേണ്ടവളല്ല കുഞ്ഞെ. നീ ലോകത്തിന്റെ യാഥാർത്ഥ്യം കണ്ടിട്ട്, നിന്റെ പ്രായം കണ്ടിട്ട്, നീ പോകുന്ന കാലം കണ്ടിട്ട്, നീ നേരിടുന്ന വെല്ലുവിളികൾ കണ്ടിട്ട് നിന്റെ മനസ്സ് ബലഹീനമായി, നിന്റെ ശരീരം ബലഹീനമായി, നീ തകർന്നടിയുമ്പോൾ അങ്ങനെ ഞാൻ നിന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. നീ ഉറങ്ങുന്നെങ്കിൽ അത് എന്റെ സമാധാനത്തോടെ നീ ഉറങ്ങിയാൽ മതി. നീ എങ്ങനെ ഉറങ്ങണമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ഉറങ്ങണം. നീ ഭയപ്പെടരുത്. നീ പറയണം, എന്റെ ദൈവത്തിന് സകലതും കഴിയും, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. എന്താ ഇത്ര ധൈര്യം? കാരണം ഇന്ന് രാവിലെയും ഇന്ന് പകലും ഇന്നലകളിലും ഞാൻ അവന്റെ അത്ഭുതം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്.
ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. നീ ആരുടെ കൂട്ടായിരിക്കണം? നീ ഒരു കാലേബിനെ പോലെ, യോശുവയെ പോലെ നിനക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കണം. എന്താണ് ആ പ്രത്യേക സ്വഭാവം? നിന്റെ ഹൃദയം വിങ്ങുമ്പോൾ, ഭയം നിറയാൻ സാധ്യതയുള്ളപ്പോൾ നീ എന്നെ ഓർത്താ മതി. ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു നീ ജനത്തോട് പറയണ്ട. ഞാൻ മതിയായവൻ, ഞാൻ ചെയ്യാൻ ശക്തൻ എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയെന്ന് പറയണ്ട, ഞാൻ മതിയായെന്ന് മാത്രം പറഞ്ഞാൽ മതി. കേട്ടുകൊള്ളുക, ഒന്നെങ്കിൽ മത്സരിക്കാം, അല്ലെങ്കിൽ മതിയായെന്ന് പറയാം. രണ്ടും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. മരണവും ജീവനും വെച്ചിരിക്കുന്ന പോലെ, നാശവും അതേ രക്ഷയും വെച്ചിരിക്കുന്ന പോലെ, റിപ്പന്റ് ഓർ പെറിഷ് എന്ന് പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഒന്നെങ്കിൽ പിറുപിറുക്കാം, അല്ലെങ്കിൽ ഏറ്റു പറയാം. ഒന്നെങ്കിൽ അതെ മത്സരിക്കാം, അല്ലെങ്കിൽ മതിയായെന്ന് ഉറക്കെ പ്രസ്താവിക്കാം. 10 പേർ മത്സരിച്ചു, പിറുപിറുത്തു. 2 പേർ ഏറ്റു പറഞ്ഞു വാഗ്ദത്തങ്ങളെ. അവർ ഉറക്കം പറഞ്ഞു, ദൈവത്തിന് കയ്യിൽ അവൻ മതിയായവൻ. ഇതൊരിക്കലായി പറഞ്ഞാ പോരാ മക്കളെ. എന്നാന്നറിയോ? ഒരിക്കലായി മന്നാന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുവോ? ഒരു ദിവസം പോയിട്ട് ഒരു ദിവസം 4 നേരം കഴിച്ചാൽ വിശപ്പ് മാറാത്തരാ നമ്മള്, അല്ലേ? നമുക്ക് ആഹാരമൊക്കെ 4 നേരം വേണം. വസ്ത്രങ്ങൾ അടുപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മടുക്കും, വേറൊരെണ്ണം മേടിക്കും. കീറിയില്ലേ നമുക്ക് പുതിയ വസ്ത്രം. അപ്പൊ നമുക്കല്ല. പക്ഷെ കർത്താവിന്റെ കാര്യം വരുമ്പോ ഒരു പ്രശ്നത്തിൽ പറഞ്ഞാൽ മതിയോ? കർത്താവ് നമുക്ക് എന്നും ആഹാരം തരുന്നില്ലേ? എന്നും നടത്തുന്നില്ലേ? എല്ലാ മാസം ജോലിയും അതിന് ശമ്പളവും ചെയ്യാൻ ആരോഗ്യം തരുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക അവസരത്തിൽ അവനെ ഉയർത്തിയാൽ മതിയോ? എല്ലാ കാലത്തും അവനെ ഉയർത്തണം, എല്ലാ കാലത്തും അവനെ വാഴ്ത്തണം. ഈ സ്വഭാവം ഏറ്റെടുത്ത ആളാ ദാവീദ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ സമയം അവസാനിച്ചോടി ഞാൻ വാക്കുകൾ ഇവിടെ നിർത്താം. ഞാൻ ആ ഭാഗം ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് പറയുന്നില്ല. അതെന്തെന്ന് ചോദിച്ചാൽ അത് ഞാൻ അടുത്ത ആഴ്ച പറയാം. എന്തെന്നറിയാമോ? ഇവരുടെ ഓവർ കൺസേൺ, ഭാര്യയും കുട്ടികളെയും കുറിച്ചുള്ള നേരെ ദൈവം തിരിഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഓടിച്ചൊന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ആ ദൈവത്തിന്റെ ശബ്ദം അവിടെ ഇറങ്ങി വന്നു. യഹോവയുടെ തേജസ് വേണ്ട, ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. നിങ്ങൾക്ക് ഓർക്കും എനിക്ക് ഇത്രയും സമയം ദൈവം തന്നെ, ഞാൻ നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്ക് വായിക്കാമല്ലോ, വേദഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കാം, താഴെയുള്ള ഭാഗങ്ങൾ വായിക്കാം. ദൈവം അവിടെ ഇടപെടുക. ഇവരെ കല്ലെറിയാൻ കല്ലെടുത്തപ്പോ ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എനിക്കൊരു ചോദ്യം ഉണ്ടാകും. നമ്മൾ ഈ പ്രതികൂലങ്ങളിലും നിർജീവത്വത്തിലും ഒക്കെ ഇങ്ങനെ ദൈവം മതിയാന്ന് പറഞ്ഞാൽ ആൾക്കാർ കല്ലെറിയത്തില്ലേ? മനുഷ്യരിതൊക്കെ അംഗീകരിക്കുവോ? അപ്പൊ കർത്താവ് പറയും, കല്ലെറിയാൻ ആളെടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്കറിയാം എന്റെ തേജസ് എന്താണെന്ന്. ദൈവമഹത്വം കാണണം. ചിലരൊക്കെ കല്ലെടുക്കുമ്പോഴേ ദൈവമഹത്വത്തിന്റെ വലിപ്പം അറിയത്തുള്ളൂ. അതുവരെ ദൈവം മൗനമായിരുന്നു. ദൈവത്തിന് വേണ്ടി നിന്നവർക്കെതിരെ ദൈവജനത്തിന്റെ കൂടെയുള്ളവർ തന്നെ കല്ലെടുത്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ദൈവമക്കളായ നമുക്കൊരു തീരുമാനമെടുക്കാം. എന്നെ മത്സരിക്കാനല്ല വിളിച്ചിരിക്കുന്നത്, മതിയായവൻ എല്ലാ കാലത്തിനും എല്ലാത്തിനും എന്റെ യേശു മതിയായെന്ന് വിളിച്ചു പറയാനാ. എന്നെ പിറുപിറുക്കാനല്ല വിളിച്ചിരിക്കുന്നത്. അവന്റെ വാഗ്ദത്തങ്ങളെയും വചനങ്ങളെയും ഏതൊരവസ്ഥയിലും ഏറ്റുപറയാൻ അവന് കഴിയും. അവൻ എന്നിൽ പ്രസാദിക്കുന്നെങ്കിൽ അവൻ എന്നെ നടത്തും. എന്റെ കുടുംബത്തെ അവൻ പോറ്റും പുലർത്തും. അവൻ മതിയാൽ അവനോട് നിൽക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഞാൻ എന്റെ പ്രശ്നങ്ങളെ എന്നെയും കൂടെ മാത്രം നോക്കി കാണത്തില്ല. ഓരോ ദിവസം ഉണരുമ്പോൾ ഞാൻ പറയും, ഞാൻ ഒറ്റയ്ക്കല്ല ഈ ദിവസത്തെ തരണം ചെയ്യാൻ പോന്നെ. എനിക്കും ഈ ദിവസത്തിന് മധ്യത്തിൽ കർത്താവ് മതിയായതായിട്ടുണ്ട്. നമുക്ക് കണ്ണുറയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ മെസ്സേജിനെ പൂർത്തീകരിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ഇന്ന് ആവശ്യമായി ദൈവം നൽകി തന്നിരിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ അതിശക്തമാണ്. ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഒന്നും സംശയിച്ചു പോകണ്ട കേട്ടോ. പറയുന്ന വാക്കുകളെ അതുപോലെ ഒപ്പിയെടുക്കുന്നതാണ് നമ്മുടെ ദൈവം. നാം എന്തു പറയുന്ന വാക്ക്, മാനസാന്തരം ഇല്ലാത്തവന്റെ, മാനസാന്തരപ്പെട്ടവന്റെ ഒന്നും പിന്നെ ദൈവം, മനം തിരിഞ്ഞാൽ പിന്നെ ഒന്നും ദൈവം ഓർക്കത്തില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈ രാത്രി എന്ത് തീരുമാനത്തിലാണ് നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്താൻ പോകുന്നത്? ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളും ആകുലകളും നമ്മുടെ മുമ്പിൽ ഒരനാക്യ മലനെ പോലെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. ഞങ്ങളിങ്ങനെയല്ല കരുതി. യോശുവ കാലേബും അങ്ങനെയല്ല കരുതിയേ. 12 പേരും അങ്ങനെയല്ല കരുതിയേ. അവരോർത്തത് ദേശം സമൃദ്ധിയുള്ളതായിരിക്കും, പക്ഷെ എളുപ്പം ദേശത്തേക്ക് പ്രവേശിക്കാൻ ആരും ചോദിക്കാനും പറയാനില്ലാത്ത നല്ലൊരു ദേശം.
നമുക്കും അങ്ങനെയാണല്ലോ. നമുക്ക് ആത്മാക്കളെ വേണം, നമ്മൾ നമ്മുടെ വിചാരം ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട ആരും ചോദിക്കാനും പറയാത്ത വീട്ടിൽ ആത്മാക്കളെ. അങ്ങനല്ല, ശക്തമായി ഉത്തരവാദിത്വമുള്ളവരും പുറത്തോട്ട് പോലും വിടാത്ത, പ്രാർത്ഥനയ്ക്ക് വിടാത്ത വീട്ടിൽ നിന്ന് തരാൻ ദൈവം ശക്തനാ. അല്ലാതെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരട്ടെന്ന് പറയണ്ട. ചോദിക്കാനും പറയാനുമുള്ള കോട്ട കാവൽ ചെയ്ത് നിനക്ക് എനിക്ക് ജീവനുണ്ട്, ഈ വീട്ടിൽ ഞാൻ നിന്നെ പുറത്തു വിടത്തില്ലെന്ന് പറഞ്ഞ അപ്പന്റെ മോള ഞാൻ. നിന്റെ അപ്പൻ ഞാനാണെങ്കിൽ ഞാൻ പറയുന്നിടത്ത് എന്ന് പറഞ്ഞ അപ്പന്റെ മോളാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. അങ്ങനെ ചോദിക്കുന്ന അധികായന്മാരുടെ മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും അതേ അയൽവക്കക്കാരും അതിനപ്പുറവും സമുദായത്തിന് അതിനപ്പുറവും വീടുകളും കോട്ടകൾക്കും അപ്പുറമായി അതിനകത്തു നിന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന തന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ദേശത്ത് തന്റെ ആത്മീയ സംഗതികളെ അണിനിരത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വീണ്ടും ദൈവത്തിന് അത് ഓർപ്പിക്കുക. അധികായന്മാരെ തകർക്കാൻ കഴിവുള്ള ദൈവം, ഏത് കോട്ടകളെയും തകർക്കാൻ കഴിവുള്ള ദൈവം. ഒറ്റക്കാര്യം പ്രാർത്ഥിക്കുന്ന ജനം ഓർത്താ മതി, ഞങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ഞങ്ങൾ ഏകരായി നിൽക്കത്തില്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ, ഭാവിയുടെ മധ്യത്തിൽ, കുടുംബത്തിന്റെ മധ്യത്തിൽ കർത്താവ് മതിയായനായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ ഭാഗത്ത് ഇനിയും പറയാനുണ്ട്. അത് നമ്മൾ തുടർന്ന് ചിന്തിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി പറയാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പെറുപെടുക്കാനല്ല കർത്താവിനെ വിളിച്ചിരിക്കുന്ന, വിശ്വാസം ഏറ്റു പറയാനും പ്രസ്താവിപ്പാനുമാണ്. മത്സരിക്കാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, മതിയായെന്ന് വിളിച്ചു പറയാനാ. ജനത്തിന്റെ ഇടയിൽ എന്റെ വായിൽ നിന്ന് ഒരു അവിശ്വാസത്തിന്റെ ദുർവർത്തമാനം പരത്താനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന് കഴിയുമെന്ന് മരണം വരെ പറയാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യണം ദൈവം തീരുമാനിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.